അവൻ്റെ ദിവസമായി നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം എൻ്റെ 19-ാമത്തെ വാക്യം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ച വചനം എന്ന് പറയുന്നത് ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനവധി ധനവാന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. ലേരിയ ധനവാന്മാരുടെ അധികം പേരുകളും എഴുതപ്പെട്ടിട്ടുമില്ല. പ്രൈസ്. ഈ വായിച്ച ദൈവവചന ഭാഗം ചിലപ്പോൾ സത്യത്തിൽ നടന്ന സംഭവം തന്നെ ആയിരിക്കാം. അല്ലേലിയ. പ്രൈസലോടല്ലേയ. സാധാരണയായി ലോകജനങ്ങളുടെ ചരിത്രം മരണത്തോടുകൂടി അവസാനിക്കുക. പ്രൈസലോ. എന്നാൽ യേശുക്രിസ്തു മരണത്തിനപ്പുറവും അല്ലെങ്കിൽ ജീവിതമുണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഈ ധനവാനായ ഒരു മനുഷ്യന്റെ ചരിത്രം തുടർന്ന് എഴുതി തരിക. പ്രൈസലോ. അറിയപ്പെടാത്ത ആ ധനവാനായ മനുഷ്യന്റെ ചിത്രം മനുഷ്യർക്ക് ആശ്ചര്യമാണ്. പ്രൈസലോ. അപ്പൊ ലോകത്തിലുള്ള സകല ധനവാന്മാരും മരിച്ച് അടക്കപ്പെട്ട് കല്ലറകളിൽ ഒതുങ്ങി അവർ ഒരു പിടി മണ്ണായി മാറി. പ്രൈസലോ. എന്നാൽ ഇവിടെ ഈ ധനവാന്റെ ചരിത്രം തുടർന്ന് ആരംഭിക്കും മുമ്പ് ആവർത്തിച്ചതുപോലെ മരണാനന്തര ജീവിതം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഈ ധനവാന്മാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിച്ച് നമുക്ക് തരുന്ന ആലോചനയാണ്. ഇന്നത്തെ ധനവാന്മാർ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാലഘട്ടത്തിൽ ഈ ധനവാൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി സുഖിച്ചുകൊണ്ട് നടന്നതുപോലെ ഇന്നത്തെ ധനവാന്മാരും എന്താണ് ചെയ്യുന്നത്? അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തിനും വേണ്ട, ദൈവീയ വിശ്വാസവും വേണ്ട. അവരുടെ സമ്പത്തിൽ, പണത്തിൽ അവർ സുഖിച്ച് വില കൂടിയ വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ ധരിച്ചും തുടർന്ന് ഇന്നത്തെ കാലഘട്ടം മദ്യത്തിനും ലഹരിക്കും വീട്ടിൽ വിവിധമായ കോമാളി വേഷങ്ങളൊക്കെ കെട്ടി ആഡംബരത്തോടെ സുഖിച്ച് ജീവിക്കുക. കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ കണ്ട തമിഴ്നാട്ടിലാന്ന് തോന്നുന്നു, ഒരു മനുഷ്യന്റെ ശരീരം മുഴുവൻ സ്വർണം അണിയിച്ച് നടക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ചില സഹോദരിമാരെ നമ്മളങ്ങനെ കണ്ട് സ്വർണം അണിഞ്ഞ് നടക്കുന്നത്. ശരീരമാസകലം വികൃതമായ രീതിയിൽ പച്ച കുത്തി എന്ന് വേണ്ട സകലവിധ മേക്കപ്പും ചെയ്ത് ആഭരണങ്ങൾ അണിഞ്ഞ് സുഖിച്ച് ജീവിക്കുന്നവരുണ്ട്. എൻ്റെ ഏരിയ അവരുടെ ശരീരത്തിന് വരുത്തേണ്ട വർണ്ണനകളും ഭാവങ്ങളും എല്ലാം രൂപമാറ്റങ്ങളെല്ലാം വരുത്തി വില കൂടിയ വസ്ത്രം ധരിച്ച് ജനത്തെ കാണിക്കാൻ വേണ്ടി വില കൂടിയ കാറുകളിൽ ആഡംബരത്തോടെ സുഖിച്ച് മദ്യ ഷോപ്പുകളിലും ബാറുകളിലും ഒക്കെ ജീവിച്ച് ജനങ്ങളുടെ മുമ്പിൽ നടക്കുന്ന അനവധി ആളുകളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ധനവാന്മാർ. ഇവർക്കൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പായി ഇത് കേട്ടോ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ദൈവാത്മാവ് ഈ ധനവാനിൽ കൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നോനാവി, നീ ഇവിടെ എത്രമാത്രം സുഖിച്ച് കുളച്ചാഡംബരത്തോടുകൂടി നടന്നാലും നിന്റെ പണത്തിന്റെ ആ വലിപ്പം കൊണ്ട്, നിന്റെ പണത്തിന്റെ മഹാത്മ്യം കൊണ്ട് നീ ലോകത്തെ മുഴുവൻ കീഴടക്കിയാലും, അല്ലേലിയ, ജീവിതത്തിൽ നീ മുഴുവൻ വെട്ടിപ്പിടിച്ചാലും അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ സകലവും വെട്ടിപ്പിടിച്ച് സകലത്തിന്റെ അധിപനായി വാഴാമെന്ന് വിചാരിച്ചാലും അവസാനം നിന്റെ ജീവിതം കട്ട പുകയാണ്. അവസാനം 6 അടി മണ്ണിലേക്ക് നിങ്ങൾ പോകും. 6 അടി മണ്ണിൽ പുഴുവരിച്ച് ശരീരം ദ്രവിച്ച് ഒരു പിടി മണ്ണായി മാറുന്ന ഒരു കാലമുണ്ട്. അല്ലേരിയ. അത് മനസ്സിലാക്കി മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ മരണത്തിനപ്പുറം ജീവിതം ലഭിക്കണമെങ്കിൽ ഈ ഭൂമി നീ ജീവിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധനവാന്റെ ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തന്നത്. പ്രൈസലോ. ഇപ്പം വലിയ സോദരൻ, ഇവിടെ ദൈവത്തിന് തൻ്റെ കൈവശമുള്ള ധനം മാമോൻ ഉപയോഗിച്ച് അവന് അല്ലേലിയ എങ്ങനെ വേണേലും ജീവിക്കാം, എങ്ങനെ വേണേലും ജീവിക്കാം. അവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട് ഈ ധനവാന്റെ മാമോൻ എന്ന് പറയുന്ന. അതുകൊണ്ട് അവൻ എങ്ങനെ വേണ്ടി അഹങ്കരിച്ച് നിഗളിച്ച് ജീവിക്കാം.
ഇന്നത്തെ കാലങ്ങളിൽ പണമുള്ള ധനവാന്മാരുടെ മക്കൾ അഹങ്കരിച്ച് നിഗളിച്ച് ജീവിച്ച് മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ട് അവസാനം ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു കഴിയുമ്പോൾ അലറി നിലവിളിച്ച് ആമി സ്തോത്രം വല്ലുയ്യ ആമി മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ ഫോട്ടോ എടുക്കാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. അല്ലേലിയ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടില്ലേ, അനവധി ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന അനവധി ആളുകൾ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ട് സുബോധം വിട്ട് കൂത്താടി നടക്കുന്ന ഒരു വലിയ മേഖലയായി എറണാകുളം മാറി. കാരണം അവർക്കിന്ന് സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും പുരസ്കാരങ്ങളും ബഹുമതികളും അവർക്ക് പത്മശ്രീ ഒക്കെ കൊടുത്തവരെ മാനിക്കുക. അവരുടെ ജീവിതം എന്താണ്? ലഹരിക്ക് അടിമപ്പെട്ട സാധുക്കളായ കൂലിവേലക്കാരനും താഴെപ്പണിക്കാരും പാടത്തും പറമ്പിലും കോറിയിലും മണ്ണിനോടും കല്ലിനോടും പണിയെടുക്കുന്നവരും ആമിനൊക്കെ അവർക്ക് കൊടുക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും പുരസ്കാരങ്ങളൊക്കെ മാറ്റിവരിച്ചിട്ട് ഈ കള്ളുകുടിയന്മാർക്കും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു നടക്കുന്നവർക്കും ആഡംബര ജീവിതം നയിച്ച് സുഖിച്ചു പുളച്ച് ആമി മാറി മാറി വിവാഹം കഴിച്ച് എല്ലാം മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്ത് പേരെടുത്ത് ജീവിക്കുന്നവർ കോമാളികൾ. അല്ലേരിയ. ആഡംബരത്തോടുകൂടി ജീവിക്കുന്ന അങ്ങനെയുള്ള ധനവാന്മാർക്ക് ഇതെല്ലാം ഒരു മുന്നറിയിപ്പാണ്. അല്ലേരിയ. അതിൻ്റെ എത്രയോ വേഷഭൂഷാതി കഴിഞ്ഞ് ജനത്തിനു മുമ്പിൽ കോലം കെട്ടി കോടികൾ സമ്പാദിച്ച് എത്രയോ പേരായി കഴിഞ്ഞ ധനവാനരിയ സ്തോത്രം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നത്. തിരിച്ച് എറണാകുളം മേലേക്ക് എന്താ നടക്കുന്നത്? അല്ലേരിയ. സകല ആളുകളും പാപത്തിൽ വീണുകൊണ്ടിരിക്കുക. ഞാൻ ഭാഗം നിർത്താൻ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പം ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേരിയ, ഈ ധനവാന് ദൈവത്തെ ഒരു ഭയവുമില്ല. ഇവന് ദൈവമായിട്ട് ബന്ധമില്ല. ഇവന്റെ പണത്തിൽ അവൻ ആശ്രയിക്കുന്നത്. അല്ലേരിയ. ഇവന് പണമാണ് പ്രാധാന്യം. അല്ലേരിയ. പണത്തിന് മീതെ പരുന്ത് പറക്കുകയില്ലെന്നൊക്കെ പഴമക്കാർ പറഞ്ഞ പോലെ ഈ ധനവാന് ഓർത്ത് എൻ്റെ പണത്തിന് മീതെ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ കാലത്തും അങ്ങനെയുള്ള അഹങ്കാരികളായിരിക്കുന്ന ധനവാന്മാരുണ്ട്, പണക്കാരുണ്ട്. പണമുണ്ടെങ്കിലും സാധുക്കളെ നന്നായിട്ട് കാണുകയും കേൾക്കുകയും അവരെ ഉൾക്കൊള്ളുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ കുടുംബകാര്യങ്ങളും കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവരെ നന്നായിട്ട് സഹായിക്കുകയും അവരുടെ വീടുകളിൽ ചെല്ലുകയും അവരോടൊത്ത് അമ്മ സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന ധനവാന്മാരുമുണ്ട്. അല്ലേരിയ. അങ്ങനെയുള്ളവർ കൊണ്ട് കേട്ടോ, നല്ലവരെ ഒരുപാടുണ്ട്. പ്രൈസ്. എന്നാൽ ഇതുപോലെയുള്ള അഹങ്കാരികളായിരിക്കുന്ന ധനവാന്മാർ ഇന്ന് ഭൂമി നിറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ധനവാന് 5 സഹോദരന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഈ വേദപുസ്തകത്തിൽ പറയുന്ന ധനവാന് 5 സഹോദരന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 27 തൊട്ട് വായിക്കുമ്പോൾ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ ധനവൻ അബ്രഹാം പിതാവിനോട് പറയുക, നിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ, അല്ലേലൂയ, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഒന്ന് അയക്കണം. പ്രേസലോ. എന്തിനാ അപ്പൻ്റെ വീട്ടിലേക്ക് അയക്കുന്നേ? അല്ലേലൂയ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതൊരു സ്ഥലത്തേക്ക് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ. ഇവൻ 5 സഹോദരന്മാർ ഭൂമി ജീവിക്കുന്നുണ്ട്. ഇവൻ്റെ അപ്പനുമുണ്ട്. അപ്പൊ അവരും ഇതുപോലെ തന്നെ സുഖിച്ച് പുളച്ച് മതിച്ച് കൂത്താടി നടക്കുന്ന ഭാശാരി പശുക്കളെ പോലെ ആരെയും വകവെക്കാതെ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന ഈ 5 സഹോദരന്മാരും കൂടെ ഈ യാതന സ്ഥലത്തേക്ക് വരാതിരിക്കാൻ അബ്രഹാം പിതാവിയ ലാസറിനെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് വിട്ട് അവന് സാക്ഷി ഒന്ന് പറയട്ടെ. പ്രൈസലോ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ ഞാൻ പറയട്ടെ, നീ ഇവിടെ എത്ര സുഖിച്ച് പുളച്ച് മതിച്ച് കൂട്ടിച്ച് കൂത്താടി നടന്നാലും, ഇഷ്ടം പോലെ ദുർജീവിതം നയിച്ച് തോന്നിവാസന മാറി മാറി 100 കണക്കിന് പെണ്ണുങ്ങളെ കെട്ടി സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പേരും പ്രശസ്തിയും ഒക്കെ നീ പ്രാപിച്ചാലും, നീ ബാറ് നടത്തി എന്ന് വേണ്ട സകല അധാർമിക മേഖല പ്രവർത്തിച്ച് പിടിച്ചു പറിച്ച് മോഷ്ടിച്ചും വെട്ടിപ്പിടിച്ചും കോടികൾ ഉണ്ടാക്കി സുഖിച്ചു പുളച്ച് ജീവിക്കുന്ന ധനവാന്മാരോട് പറയട്ടെ, അല്ലേരിയ, നീ യാത്ര സ്ഥലത്തേക്കാണ് നീ യാത്ര ചെയ്യുന്നത്. നീ ഭൂമിയിൽ തന്നെ ദൈവത്തെ അറിയാതെ ജീവിച്ച് ദൈവമായി ബന്ധമില്ലാതെ ജീവിച്ച് നിന്റെ യാത്ര എങ്ങോട്ടാണ്? നിന്റെ മരണാനന്തരം നിനക്ക് ലഭിക്കുന്ന യാതന സ്ഥലം നിത്യമായ നരകത്തിലേക്ക് നീ യാത്ര ചെയ്യുന്നത്. പ്രൈസ്.
അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ ഈ യാതന സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ ലാസർ ചെന്നവരോട് സാക്ഷ്യം പറയട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൈവത്തിനെ വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന ധനവാന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ യാതന സ്ഥലത്തേക്ക്, നിത്യമായ നരകത്തിലേക്ക്, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ദൈവത്തിനെ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പണം ഇഷ്ടം പോലെ, കോടികൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി വലിയ വലിയ വീടുകൾ പണിത് മനുഷ്യർക്കാർക്കും കടന്നില്ല കഴിയാത്ത വീടിനേക്കാൾ ഉയരത്തിൽ മതിലും പണിത് ആർക്കും പിടിച്ചു മാറ്റാൻ, ആർക്കും അല്ലെങ്കിൽ തുറക്കാൻ കഴിയാത്ത ഗേറ്റുകൾ സ്ഥാപിച്ച് ആ ഗേറ്റിൽ വലിയൊരു ബോർഡ് വെക്കും, പട്ടി കൊണ്ട് സൂക്ഷിക്കുക, ആരും ഇങ്ങോട്ട് കയറരുത്. ഹല്ലേലൂയ. അതെ, നീ അങ്ങനെ ജീവിച്ചു. ഇവിടെ മാത്രമേ നിനക്ക് സുഖിച്ചു പൊളച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. നിന്റെ മരണത്തിനപ്പുറം നീ എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ മരണം കൊണ്ട് നീ ഇവിടെ അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് ജഡം മാത്രമേ നീ ഭൂമിക്ക് വിട്ടുകൊടുക്കുന്നുള്ളൂ. മരണാനന്തരം നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് ജീവിതമുണ്ട്. ലേലിയ, നിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആത്മാവിന് മരണമില്ല. ഈ ഭൂമി വെച്ച് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ മരണാനന്തരം നിത്യതയിൽ ദൈവരാജ്യത്തിൽ നിനക്ക് ചെല്ലാൻ കഴിയും. അല്ലെങ്കിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നരകത്തിൽ ചെല്ലും. പ്രൈസലോ. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട അനുഭൂതി പ്രമാണിമാർ, ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാനന്നേരം വാർത്തകൾ കാണും, ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവ് ഇവരൊക്കെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവർ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനായി ജീവിച്ചിരുന്നെങ്കിൽ ഇവർക്ക് നിത്യത കിട്ടുമായിരുന്നതും ചിന്തിക്കാറുണ്ട്. പക്ഷെ അവരെല്ലാം നിത്യ നരകത്തിലാണ്. ധനം നിന്നെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. നിനക്ക് കൂടെ ധനമുള്ളത് കൊണ്ട് നീ ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടും മറ്റുള്ളവർക്ക് വീട് വെച്ചു കൊടുത്തത് കൊണ്ടോ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടോ അമ്മയെ സ്തോത്രം അനുഭവത്തി ആളുകൾക്ക് നന്മകൾ ചെയ്തതുകൊണ്ടോ പ്രൈസ് അനവധി സഹോദരി സഹോദരന്മാരുടെ വിവാഹം നീ നടത്തി കൊടുത്തത് കൊണ്ടോ ഒന്നും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. ധനം കൊണ്ട് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ നീ കർത്താവിനെ അറിയണം. ഹല്ലേലൂയ. ഈ ധനവാൻ അല്ലെങ്കിൽ ഒറ്റയാൻ ജീവിതമാണ്. ഈ ധനവാൻ എന്ത് ചെയ്യുന്നു? 5 സഹോദരന്മാരുണ്ട്. അവരുടെ നാടും പേരും അല്ലെങ്കിൽ യാതൊരു വിവരവും നമുക്കറിയില്ല. ഈ ധനവാൻ ഒരു ഒറ്റയാൻ ജീവിതം നയിക്കുക. അതുപോലെ അവൻ്റെ സഹോദരന്മാർ ഒറ്റയാൻ ജീവിതമായിരിക്കും. ഹല്ലേലൂയ. ആ ധനവാൻ അഗ്നിക്കടലിൽ വേദന അനുഭവിക്കുമ്പോൾ, നമ്മുടെ യാതന സ്ഥലത്ത് വേദന അനുഭവിക്കുമ്പോൾ അബ്രഹാം പിതാവേ എന്ന് വിളിക്കുന്നതിൽ നിന്നും അവൻ അബ്രഹാമിന്റെ സന്തതിയിലുള്ളവനായിരുന്നു എന്നും ഒരു ഇസ്രായേലിനായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. യോഗവിശേഷം 16-24 വാക്യം വായിക്കും. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് ഇതനവൻ പറയുന്നു. ഇവനെ അബ്രഹാം പിതാവിനെ അറിയാം. അബ്രഹാം പിതാവിനെ ഇവനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവൻ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ പെട്ടവനാണ്. മാത്രമല്ല ഇവനൊരു ഇസ്രായേലിനും കൂടാണ്. എന്നിട്ട് ഇവന്റെ പണത്തിന്റെ അഹങ്കാരവും കൊണ്ട് ഇവന് ദൈവത്തെ വേണ്ട. അബ്രഹാം പിതാവിനെ പക്ഷെ ഇവൻ മരിച്ച് യാതന സ്ഥലത്ത് എന്നപ്പോഴാണ് ഇവൻ അബ്രഹാമിന്റെ വംശത്തിൽപ്പെട്ടവനാണെന്നും അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ടവനാണെന്നും ഇവൻ ഇസ്രായേലിനാണെന്നും അല്ലെങ്കിൽ ഇവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ തിന്ന് അവന്റെ ജീവിച്ചിരുന്ന ലാസർ അബ്രഹാമിന്റെ മടി കിട്ടി, എനിക്ക് എന്തുകൊണ്ടും കിട്ടുകയില്ല, എന്തായിരുന്നു എൻ്റെ ജീവിതം എന്നൊക്കെ ചിന്തിക്കുവാൻ അവൻ നരകത്തിലാണ്, യാതന സ്ഥലത്താണ് അവനെ ബുദ്ധി വന്നത്. അപ്പോഴത്തേനും അവന്റെ ജീവിതം എല്ലാം തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് എന്നെ കേൾക്കുന്ന പ്രശ്നം, ആ ധനവാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് തരുന്ന നിത്യജീവന് അവൻ അവകാശിയായില്ല. ആ ധനവാൻ ഈ ഭൂമിയിലായതുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന നിത്യജീവനും പ്രാപിച്ചില്ല, പാപമോചനവും പ്രാപിച്ചില്ല. ആദാമി വർക്കത്താൽ ആദാമിനാൽ സകല മനുഷ്യരും പാപത്തിൽ ജീവിക്കുമ്പോൾ, ആദാമിൽ സംഭവിച്ച പാപം സകല മനുഷ്യരിലേക്കും വരുമ്പോൾ, സകല മനുഷ്യരും അമ്മയുടെ ഉദരത്തിൽ ചുവന്റെ പാപികളായി തന്നെ ജനിക്കുമ്പോൾ, ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞവന്റെ പാപത്തിന് പരിഹാരം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ചെങ്കിൽ മാത്രമേ
ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുമെന്നുള്ളതും അതുകൊണ്ട് ആ നിത്യജീവനെ പ്രാപിക്കുവാനും അവന് കഴിഞ്ഞില്ല. അവനതിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ പണത്തിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഈ സുവിശേഷം പറയാനായിട്ട് പല വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് വരട്ടെ, പൊക്കോ 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 എന്ന് പറയാറുണ്ട് ചില ധനവാന്മാരുണ്ട്. ചില നമ്മളെ കാണുമ്പോൾ തന്നെ മുഖമൊക്കെ വീർപ്പിച്ച് മുഖമൊക്കെ അങ്ങോട്ട്, അല്ലെങ്കിൽ ഈ കുളവി കുത്തിയതുപോലെ ചിലരുടെ മുഖമൊക്കെ അങ്ങോട്ടായി നമ്മളെ കാണുമ്പോൾ ഒരു വല്ലാത്ത ദഹിക്കാത്തൊരു നോട്ടമൊക്കെ നോക്കി കഥയൊക്കെ അടച്ചു പോകും. ഒരിക്കൽ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു വീട്ടിൽ ചെന്നപ്പം ഒരു ക്രൈസ്തവനാണ് വിശേഷം പറയാൻ ചെന്നതാണ്. ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് വലിയൊരു പുച്ഛമായി. ഇറങ്ങിക്കോ എൻ്റെ വീട്ടിൽ നിന്ന് ഗേറ്റിന് പുറത്തിറങ്ങിക്കോ, ഞാൻ തോക്കെടുത്തുകൊണ്ട് വെടിവെക്കുമെന്ന് പറഞ്ഞു. നാളുകൾ കഴിയുന്ന മുമ്പേ അവൻ്റെ ജീവിതം അവസാനിച്ചു. ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി വീട്ടിൽ ചോദിച്ചാൽ തുടങ്ങിയ വീണ്ടും ചെന്നു. അവിടുത്തെ വലിയ ധനവാനാണ് അവിടുത്തെ അപ്പൻ. എൻ്റെ ഭാര്യയെ പെടലിക്ക് പിടിച്ച് തത്തിക്കാനുണ്ടെങ്കിൽ ഞാൻ പിന്നെ കയറി ഇടപെട്ടു. അല്ലെങ്കിൽ എന്നെ ഉപയോഗിച്ച് എൻ്റെ ഭാര്യയുടെ പെടലിക്ക് പിടിക്കുന്നത്. കാരണം അഹങ്കാരികളായിരിക്കുന്ന വലിയ തോന്നിവാസം ജീവിക്കുന്ന, തൻ്റെ ഇടത്തരത്തോടും ജാടയോടെ കൂടി ജീവിക്കുന്ന അഹങ്കാരികളായിരിക്കുന്ന ധനവാന്മാർ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. പക്ഷെ പിന്നെ ഞങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചു. അവരുടെയൊക്കെ അവസാനം എന്ന് പറഞ്ഞത് വളരെ കഠിനമായ കഷ്ടപ്പെട്ട് അങ്ങ് മാറ്റപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ ഇവിടെ നിത്യമായ നരകത്തിലാണ്, യാതന സ്ഥലത്താണ്. ദൈവരാജ്യം അവർക്ക് കിട്ടിയില്ല. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് ഈ ഭൂമി ജീവിക്കുമ്പോൾ നിനക്ക് പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിത്യജീവനെ പ്രാപിച്ചോണം. നിനക്ക് എത്രമാത്രം പണമുണ്ടെങ്കിലും, എത്രമാത്രം പണത്തിൻ്റെ ഉടമയായിരുന്നാലും, ധനം എത്രമാത്രം നീ സമ്പാദിച്ചാലും, നീ എത്രമാത്രം കോടീശ്വരനായിരുന്നാലും, ലോകം മുഴുവൻ നിന്റെ കൈക്കീഴിലാണെങ്കിലും, നിനക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരുപാട് ജെറ്റ് വിമാനങ്ങളും മറ്റ് ഹെലികോപ്റ്ററും ഒക്കെ ഉണ്ടെങ്കിലും, അനവധി സംരംഭങ്ങളുണ്ടെങ്കിൽ, ലോക രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തി ആയിരുന്നാലും, ഈ ഭൂമിയിൽ വെച്ച് നിന്റെ ധനത്തിൽ നീ ആശ്രയിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നില്ലെങ്കിൽ നിന്റെ അവസാനം ഈ ധനവാനെ പോലെ തന്നെ യാതൊരു സ്ഥലത്തായിരിക്കും, രക്തം ചെയ്യും. പ്രൈസലോ. അതുകൊണ്ട് സകല ധനവാന്മാരോടും പറയട്ടെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നിന്റെ പണമല്ല നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത്. നിന്റെ പേരും പ്രശസ്തിയും നിന്റെ വിദ്യാഭ്യാസവും നിന്റെ സ്ഥാനമാനങ്ങളും നിന്റെ ഒന്നുമല്ല നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള പാപമോചനം, പാപത്തെ മോചിക്കുവാൻ, പാപത്തിന് പരിഹാരം നൽകുവാൻ, പാപത്തെ ശുദ്ധീകരിക്കുവാൻ, നിന്റെ പാപം ക്ഷമിച്ചതാണ് നിന്നെ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തേക്ക് കൊണ്ടുപോകാൻ, ദൈവരാജ്യത്തിൽ നിനക്ക് ഇടം തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നീ പണത്തിൽ അഹങ്കരിക്കരുത്. പണത്തിൽ നീ അഹങ്കരിച്ചാൽ ഹല്ലേലൂയ, ഈ ധനവാനെ പോലെ തന്നെ യാതന സ്ഥലത്ത് കിടന്ന് നിലവിളിക്കേണ്ടി വരും, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഈ ധനവാൻ ഹല്ലേലൂയ കർത്താവ് കൊടുത്ത ഹല്ലേലൂയ നിത്യജീവനെ കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അവൻ സ്വാർത്ഥനായി ജീവിച്ചു. ധനവൻ വളരെ സ്വാർത്ഥനായി, അഹങ്കാരിയായി ജീവിച്ചു. ഹല്ലേലൂയ. അവൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നുള്ളതാണ്. അവൻ ധൂമ്രവസ്ത്രം, അന്നത്തെ കാലത്ത് ഈ ധൂമ്രവസ്ത്രം പട്ടുമൊക്കെ ധരിക്കണമെങ്കിൽ സാധാരണക്കാരെക്കൊണ്ടൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. അവരിപ്പോൾ ധരിക്കുന്നത് ഏറ്റവും വില കൂടിയ പട്ടും ധൂമ്രവസ്ത്രമൊക്കെയാണ്. അതും ധരിച്ചുകൊണ്ട് ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു എന്നാണ് ധനവാനെക്കുറിച്ച് വായിക്കുന്നത്. അപ്പോൾ അവൻ്റെ മേശയിൽ നിന്ന് വീണ് അപ്പതുർക്കൽ തിന്നാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ധനവാനായ മനുഷ്യൻ്റെ മേശയെങ്കിൽ നിന്ന് അപ്പം തിന്നാൻ വേണ്ടി കിടക്കുന്ന ഒരു ലാസറോടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലാസറിനെ പോലും അവൻ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ലാസർ മരിച്ച് അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പോയി, ധനവാൻ മരിച്ച് യാതൊരു സ്ഥലത്തേക്കും പോയി. സ്തോത്രം. ഇന്നത്തെ അനവധി ഈ ധനവാന്മാരെ കണ്ടിട്ടില്ലേ? എത്ര വില കൂടിയ ഷർട്ട് വാങ്ങിയാൽ, എത്ര വില കൂടിയ പാൻറ് വാങ്ങിയാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരി എന്നോട് പറഞ്ഞു, മക്കൾ വാങ്ങിയ പാൻറ് ഷർട്ട് വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്ന് അവർ നിട്ട് നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരെല്ലാം ഇത് മാറ്റിയിട്ടു. ഹല്ലേലൂയ. ഇത് ആർക്കെങ്കിലും കൊടുത്തേക്കാൻ എന്നോട് പറഞ്ഞു. പ്രൈസ്. വില കൂട്ടിയതോ, ഭയങ്കര വില കൂട്ടിയതാ. നമ്മളെ കൊണ്ടൊന്നും മേടിച്ചിട്ട് നടക്കത്തില്ല. അവരുടെ മക്കൾക്ക് വേണ്ട. എന്താ പറഞ്ഞാൽ പണം മൂത്ത് കഴിഞ്ഞപ്പോൾ, പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരികളായി മാറുകയും. പ്രൈസറോ. ജനങ്ങൾക്ക് പറയും, നിനക്ക് എത്രമാത്രം പണം ഉണ്ടായാലും, എത്രമാത്രം പണത്തിന് നീ ഉടവിനായി നീ അഹങ്കാരിയായി മാറരുത്, സ്വാർത്ഥനായി മാറരുത്. നീ താഴ്മയുള്ളവനായി മാറണം, സൗമ്യതയുള്ളവനായി മാറണം, നിത്യജീവന്റെ അവകാശിയായി മാറണം. രക്തം ചെയ്യും. ഹല്ലേലൂയ.
ഈ വചനമൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. ഇത് ദൈവവചനമാണ്. നീ മാനസാന്തരപ്പെട്ട നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാം. പ്രൈസലോ. അപ്പൊ അവൻ സുഖിച്ച ജീവിതമാണ്. എന്നാൽ പരിതാപകരമായ നിത്യവേദനയായ അഗ്നിയും ഗന്ധവും എരിയുന്ന ആ നരകത്തിലെ യാതന സ്ഥലത്തിൽ അവൻ ചെന്നു ചേർന്നു. ധനവാൻ മരിച്ചു. പരിതാപകരമായ തീയും ഗന്ധവുമുള്ള ഹല്ലേലൂയ വളരെ കഷ്ടത നിറഞ്ഞ ആ യാതന സ്ഥലത്ത് അവൻ ചെല്ലുക. അവൻ പറയും, ഈ ജ്വാലയിൽ കിടന്ന് ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് ഹല്ലേലൂയ സ്തോത്രം ഭാരപ്പെടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതേ അഗ്നികുണ്ഡത്തിലേക്ക്, അഗ്നി നരകത്തിലേക്ക്, അഗ്നിക്കടലിലേക്ക് നീ പോകുന്നതിന് മുമ്പ് തന്നെ മാനസാന്തരം. എത്ര ഉന്നതങ്ങളിലെത്തിയാലും യേശുവിനെ കൂടാതെയുള്ള നിന്റെ ജീവിതം എന്ന് പറയുന്നത് നരകത്തിന് തുല്യമാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് നിത്യജീവൻ കൊടുക്കുവാൻ, മനുഷ്യന്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് പള്ളിയിലെ ജ്ഞാനസ്നാനമൊക്കെ ഏറ്റ വ്യക്തിയാണ്. ചെറുപ്പത്തിൽ ഹല്ലേലൂയ കേറ്റസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ പാപത്തിന് പരിഹാരം വരാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിൽ ചെന്ന് നമ്മുടെ പള്ളിയുടെ വക വികാരിയോട് നമ്മൾ കുമ്പസാരിക്കും. നമ്മുടെ കുമ്പസാരത്തിൽ നമ്മുടെ പാപങ്ങളൊക്കെ നമ്മൾ വികാരിയോട് ഏറ്റു പറയുമ്പോൾ വികാരി പറയുന്നത് അത് ക്ഷമിച്ചു തരും. നമ്മളോർക്കത് ക്ഷമിച്ച് കിട്ടിയെന്ന്. പക്ഷെ ഒരിക്കലും നീ പാപം ചെയ്തിട്ട്, പാപിയായി ജീവിച്ചിട്ട്, മദ്യപിച്ചിട്ട്, മറ്റുള്ളവർക്ക് ദോഷം ചെയ്തിട്ട്, അധാർമ്മികമായി അനാത്മീയമായി ജീവിതം നയിച്ചിട്ട്, ആഡംബരത്തോടെ സുഖിച്ചു പൊളച്ച് ജീവിച്ച് നീ പാപം ചെയ്തിട്ട് പള്ളിയിൽ ചെന്നിട്ട് ഇടയരോട് നിന്റെ പാപങ്ങൾ കുമ്പസാരത്തിലൂടെ ഏറ്റു പറഞ്ഞാൽ ആ ഇടയന് നിന്റെ പാപത്തെ ക്ഷമിച്ചു തരാൻ പറ്റത്തില്ല. അവനും നിന്നെപ്പോലൊരു മനുഷ്യനാണ്. ആ ഇടയനും നിങ്ങളെപ്പോലും മനുഷ്യനാണ്. പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പാപം പരിഹരിക്കുവാൻ ഭൂമിയിൽ ഒരു സഭ നേതാക്കന്മാർക്കും കഴിയില്ല. ഭൂമിയിലെ ഒരു സഭാ നേതാക്കന്മാർക്കും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ജനത്തോടും പറയട്ടെ, ഭൂമിയിലെ ഒരു മത നേതാക്കന്മാർക്കും മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചു തരാൻ കഴിയത്തില്ല. പാപമോചനം കൊടുക്കുവാൻ ഒരു മത നേതാവിനും കഴിയത്തില്ല. മതത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന, മതത്തിന്റെ നെറുകയിലിരിക്കുന്ന, മതത്തിന്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന വ്യക്തിയായിരുന്നാലും പാപമോചനം തരാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കാൻ കഴിയും. പാപം ക്ഷമിച്ചു തരുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി പാപം ക്ഷമിച്ച് ശുദ്ധീകരിച്ച് നമ്മുടെ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയത്തെ കച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ. യേശുക്രിസ്തുവിന്റെ 33 തിരുവയസ്സ് ജീവിതം എന്ന് പറയുന്നത് പാപമില്ലാത്ത ജീവിതം. പാപികളോട് വേർപെട്ടവൻ, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി ജീവിച്ച യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തിന് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്നുണ്ട്. തന്റെ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരാൻ സമയമായതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവിയെ സകല ദേവന്മാരും പറയുന്നത് നിന്റെ പാപം പരിഹരിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ പാപപരിഹാരത്തിന് വേണ്ടി നീ ഇവിടെ യാഗങ്ങൾ നടത്തിയതുകൊണ്ടോ, മൃഗങ്ങളെ ബലികഴിച്ചതുകൊണ്ടോ, മനുഷ്യനെ ബലികഴിച്ചതുകൊണ്ടോ, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ, സമൂഹ വിവാഹം നടത്തി കൊടുത്തതുകൊണ്ടോ, മലകൾ കയറിയതുകൊണ്ടോ, മലകൾ ഇറങ്ങിയതുകൊണ്ടോ, നേർച്ച കാഴ്ചകൾ നടത്തിയതുകൊണ്ടോ, ലരിയ നീ വലിയ വലിയ തീർത്ഥാടനം, നീ സന്യാസ ജീവിതം നയിച്ചതുകൊണ്ടൊന്നും നിന്റെ പാപത്തിന് പരിഹാരം വരത്തില്ല. ആടിനെ വെട്ടിയതുകൊണ്ടോ, കാളയെ വെട്ടിയതുകൊണ്ടോ, പോത്തിനെ വെട്ടിയതുകൊണ്ടോ ആ മെലലിയ നിന്റെ പാപത്തിന് ശുദ്ധീകരണമില്ല. എൻ്റെ പാപം ക്ഷമിച്ചു തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. എൻ്റെ പാപമോചനം യേശുക്രിസ്തുവിന് മാത്രം, അല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും പാപത്തെ മോചിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങുക. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന ജീവിച്ച ഹല്ലേലൂയ ലാസറിന്റെ പേര് വേദപുസ്തകത്തിൽ നിന്നു. അവന്റെ പേര് ലാസർ എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തി. പക്ഷെ ധനവാന്റെ പേര് രേഖപ്പെടുത്തിയില്ല. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ധനവാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രം പട്ട് ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കിൽ കിടന്നു. ധനവാന്റെ മേശിൽ നിന്ന് വീഴുന്നതിൽ നിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്നവന്റെ വ്രണം നക്കും.
ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ലാസർ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. ഈ ധനവാനും മരിച്ചപ്പോൾ വലിയ അടക്കവും കിട്ടി. ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മാവിനെ സാത്താന്റെ ദൂതന്മാർ, ഹല്ലേലൂയ, സ്തോത്രം, പാതാളത്തിൽ യാതന അനുഭവിക്കാൻ വേണ്ടി കൊണ്ടുപോയി. പാതാളത്തിലേക്ക് കൊണ്ടുപോയി. അവൻ അവിടെ കിടന്ന് യാതന അനുഭവിക്കുക. കാരണം ഈ ലാസറിന്റെ പേര് വേദപുസ്തകത്തിൽ എഴുതുവാൻ പരിശുദ്ധാത്മാവിന് തോന്നി. എന്നാൽ ധനവാന്റെ പേര് എഴുതിയില്ല. പ്രൈസലോ, രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? ലാസറിന്റെ പേര് വേദപുസ്തകം രേഖപ്പെടുത്തി. ലാസർ മരിച്ച അബ്രഹാമിന്റെ മടിയിലേക്ക് എന്നു. ലാസർ സ്വർഗത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. ലാസർ നിത്യജീവൻ പ്രാപിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ധനവാന്മാരുടെയും ചോദിക്കട്ടെ, ലാസറിന്റെ പേര് ജീവപുസ്തകത്തിലുള്ളതുപോലെ നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? നിനക്ക് മരണം അടുത്തിരിക്കുക. മരണം നിന്റെ കൂടെയുണ്ട്. നിന്റെ മരണം ഈ ഭൂമിയിൽ നിന്ന് വേർതിരിക്കാൻ പോവുക. മരണം നിന്നെ ഭൂമിയിൽ നിന്ന് വേർതിരിക്കുമ്പോൾ നിന്റെ പേര് ജീവപുസ്തകത്തില്ലെങ്കിൽ ഈ ധനവാനെ പോലെ നീ യാതൊരു സ്ഥലത്തേക്ക് പോകും. യാതൊരു സ്ഥലത്ത് പാതാളത്തിൽ ഹല്ലേലൂയ വേദന അനുഭവിക്കുക. സ്തോത്രം. മാനസാന്തരത്തിൽ മടങ്ങി വാകട്ടോ. അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. യേശുവില്ലാതെ, യേശുവിനെ കൂടാതെ ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പല മതങ്ങളും പഠിപ്പിക്കും, പല മതങ്ങളും പല ഉപദേശങ്ങളും ഒക്കെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, സത്യസന്ധമായി ജീവിച്ചതുകൊണ്ടോ, സമൂഹ വിവാഹം നടത്തിക്കൊണ്ടോ, അമേരിക്കയിൽ മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തതുകൊണ്ടോ, മറ്റുള്ളവർക്ക് മുമ്പിൽ പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട്, കള്ളു കുടിക്കാതെ നടന്നുകൊണ്ട്, വീട് വലിക്കാതെ നടന്നുകൊണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കാതെ, ചീത്ത വിളിക്കാതൊക്കെ നടന്ന നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയതുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. എത്ര നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നിനക്ക് ഉണ്ടായിരുന്നാലും ഈ പാപം നിന്റെ മേൽ കിടക്കുക. ആ പാപത്തിന് ശുദ്ധീകരണം വരുത്തണം. പ്രൈസോ. ആ പാപത്തെ ശുദ്ധീകരിക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിന് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:6 പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു. യേശു തന്നെ വഴിയും സത്യം ജീവനും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിൽ എത്തുന്നില്ല. യേശുക്രിസ്തുവിൽ മാത്രമേ ദൈവരാജ്യത്തിൽ എത്താൻ വഴിയുള്ളൂ. അല്ലാതെ ഈ ലോകത്തിന് ഒരു മത നേതാക്കന്മാരിൽ കൂടി, ഒരു പ്രമാണിമാരിൽ കൂടി ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഒരു മധ്യസ്ഥന്മാരിൽ കൂടി ദൈവരാജ്യം ചെല്ലാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ ചെല്ലാമെന്ന് പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉപദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലൊന്ന് കാണിച്ചതാ. എൻ്റെ ഏരിയ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുക, ഞങ്ങൾക്ക് ഈ വേദവസം വായിച്ചിട്ട് കാണുന്നില്ല. അല്ലേ, നിങ്ങളുടെ വേദവസം പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് ഞങ്ങളെ കൂടെ കാണിച്ചാൽ കൊള്ളാം. പ്രൈസോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വേദവസമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതിനകത്തും കണ്ടില്ല. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഉപദേശങ്ങളൊക്കെ? വ്യാജ ഉപദേശം പറഞ്ഞ് സഭയ്ക്കകത്ത് ആള് കൂട്ടുന്നതല്ല ജീവിതം. സഭയ്ക്കകത്ത് ധനവാന്മാർക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട്. സഭയ്ക്കകത്ത് ധനവാന്മാരെ വളരെ വാഴ്ത്തി പുകഴ്ത്തി വാനോളം ഉയർത്തി. അച്ഛൻ ആരാന്നറിയാമോ? അച്ഛൻ്റെ ജീവിതം എന്താ അറിയാം? അച്ഛൻ്റെ മക്കളൊക്കെ അറിയാം. അച്ഛൻ എന്താ നമുക്കൊണ്ട് ചെയ്തെന്നറിയാമോ? അച്ഛൻ നമ്മുടെ സഭയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? എൻ്റെ സഹോദര അച്ചായ, നീ എന്തെല്ലാം സഭയ്ക്ക് വേണ്ടി ചെയ്താലും, എൻ്റെ അമ്മാമ, നീ എന്തെല്ലാം സഭയ്ക്ക് വേണ്ടി, നീ എത്ര ഉന്നതകുല ജാതത്തിൽ പെട്ടവനായിരുന്നാലും, നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് പാപത്തിന് പരിഹാരം വരുത്തില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കാണത്തില്ല. അല്ലേ? ദൈവരാജ്യത്തിൽ കാണണമെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് കാണണം. അല്ലേ? നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ അവകാശം തരാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നതും നിങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത നിങ്ങൾക്ക് പാപമോചനം തരാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ ഒരു മത നേതാക്കന്മാരും നിങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല. ഇനി ഏതെങ്കിലും മത നേതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി മരിച്ചാലും നിങ്ങൾക്ക് പാപമോചനമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒരുവനായ ആ മത നേതാവ് മരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ സഭയുടെ ഒരു ശുശ്രൂഷ ചെയ്യുക. എന്നോട് വന്ന് ജനം അവരുടെ പാപങ്ങൾ പറഞ്ഞാൽ എനിക്ക് ആ പാപത്തെ മോചിക്കാൻ കഴിയത്തില്ല. ആ പാപമോചനം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അവരെ പോലെ ഒരുവരെ ഞാൻ. പക്ഷെ എനിക്ക് അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന്റെ അവകാശിയായി മാറിയതുകൊണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്നതുകൊണ്ടും, അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും പാപത്തെ പരിഹാരം നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ അതിനകത്തേക്ക്
അപ്പം ആ യേശുക്രിസ്തുവിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിനോട് പാപമേറ്റ് പറഞ്ഞ് ദൈവത്തിൻ്റെ അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ യേശു അവരുടെ പാപം ക്ഷമിച്ചു കൊടുക്കും. അല്ലാതെ സഭയുടെ ഇടയന്മാർക്ക് ആർക്കും പാപം പരിഹരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. മാനസാന്തരപ്പെടും മടങ്ങി വേണം. ഹല്ലേലൂയ. അപ്പം ഇന്ന് അനേകം ഈ ഭൂമിയിൽ കൊടികെട്ടി പറക്കുന്ന കാറുകളിൽ പാഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റേറ്റ് കാറുകളിൽ പാഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാറ് കിട്ടിയാൽ മതി, അവിടെ പതകയൊക്കെ എഴുതി വെച്ച് കൊടിയൊക്കെ കെട്ടി കൊടികെട്ടി പറക്കുന്ന കാടുകളിൽ പാഞ്ഞു പറന്നുകൊണ്ടിരിക്കുന്ന ശ്രോതാവി, ഹല്ലേലൂയ, നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? നമ്മുടെ സംസ്ഥാനങ്ങളിലെ രാജ്യങ്ങളിലെ ലോകരാജ്യങ്ങളുടെ ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഇവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? ദൈവരാജ്യത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ നിങ്ങളുടെ പണമോ നിങ്ങളുടെ ബംഗ്ലാവോ നിങ്ങളുടെ കാറുകളോ എന്തെല്ലാം ഉണ്ടായിരുന്നാലും അതുകൊണ്ട് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്യിൽ തള്ളിയിടും. ഹല്ലേലൂയ. അപ്പൊ ജീവപുസ്തകത്തിൽ ജീവപുസ്തകത്തിൽ പേരില്ലാതിരുന്ന ഈ ധൂപ്രവസ്ത്രം പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്ന ഈ ധനവാൻ മരിച്ചപ്പോൾ അവൻ പാതാളത്തേക്ക്, യാതന സ്ഥലത്തേക്ക് പോയി. അവൻ ആ ചായയിൽ കിടന്ന് നിലവിളിക്കുക. ഹല്ലേലൂയ. എന്നാൽ ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്ന ലാസർ മരിച്ച് ഇവിടെ ചെത്തി നിത്യമായി ദൈവരാജ്യ സ്വർഗ്ഗ പദീസയിലെത്തി. ഹല്ലേലൂയ. അബ്രഹാമിന്റെ മടിയിലെത്തി. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേര് വേണം. ഇവിടുത്തെ വോട്ട് ലിസ്റ്റിലോ ആധാറിലോ പാൻ കാർഡിലോ ID കാർഡിലോ റേഷൻ കാർഡിലോ നിങ്ങളുടെ പള്ളിയുടെ രജിസ്റ്ററിലോ ഇനി നിങ്ങളുടെ പേര് ഈ ലോകത്തിൽ എവിടെയെല്ലാം എഴുതി വെച്ചാലും നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ പേരും വീട്ടുപേരും എല്ലാം കൂടെ നിങ്ങളുടെ കല്ലറയിൽ കൊത്തിവെച്ചാലും ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചില ആളുകളൊക്കെ മരിച്ചു കഴിയുമ്പോൾ മരണാനന്തരം അവരുടെ പേര് അവരുടെ കല്ലറയിൽ കുത്തിവെക്കും. വലിയ മാർബിൾ കല്ലുകളിലൊക്കെ അവരുടെ പേര് കൊത്തിവെക്കുന്നത് കണ്ടിട്ടില്ലേ? അതെ, നിന്റെ പേര്, നീ മരിച്ചതിൻ്റെ പേര് കല്ലറകളിൽ കൊത്തിവെച്ചാലും കല്ലറകളിൽ രേഖപ്പെടുത്തി വെച്ചാലും നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ ജീവന്റെ പുസ്തകമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതണം. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതണം. ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറയുന്ന ഭൂമിയിലുള്ള ഓരോ അധികാരികളും ചെയ്യുന്നതല്ല. ഈ ഭൂമിയിൽ ഒരുപാട് അധികാര കേന്ദ്രങ്ങളുണ്ട്, അധികാര സ്ഥാനങ്ങളുണ്ട്. അവർക്കാർക്കും നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുവാൻ സ്വർഗത്തിൽ വസിക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തിന് പരിഹാരം വീഴ്ത്തി പാപത്തിന് ശുദ്ധീകരണം വരുത്തി നിങ്ങൾ കർത്താവിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ കർത്താവ് രേഖപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ജീവപുസ്തകത്തിൽ പേരുണ്ടോ? ഇവിടെ നോക്കിയാട്ടല്ലിയ ധനവാന് ലോകത്തിലും പേരില്ല, ജീവപുസ്തകത്തിലും പേരില്ല. എന്നാൽ ദരിദ്രനും സാധുവായ ലാസറിന്റെ പേർ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ട ദുഷ്ടന്മാരുടെ പേര് കെട്ടുപോകുമെന്ന് സദൃശവാക്യം 10:7 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരെന്ത് ചെയ്യും? കെട്ടുപോകുമെന്ന്. ലാമിൻ ധനവാന്റെ പേര് കെട്ടുപോയി. ഹല്ലേലൂയ. സ്തോത്രം. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ലാസറിനെ കുറിച്ചുള്ള ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, ഒരുവൻ ദൈവത്തെ വിട്ടകന്നാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ വരും. യഹോവ ആകാശത്തിന് കീഴിൽ നിന്ന് അവന്റെ നാമം മായിച്ചു കളയുമെന്ന് ആവർത്തന പുസ്തകം 9:14 എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഒരുവൻ ദൈവത്തെ വിട്ടകന്നാൽ, ഈ ധനവാൻ ദൈവത്തെ വിട്ടകന്നത് പോലെ നീ ദൈവത്തെ വിട്ടകന്നാൽ
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ ശാപം ഒക്കെയും നിന്റെ മേൽ വരും. ഹല്ലേലൂയ. യഹോവ ആകാശത്തിന് കീഴിൽ നിന്ന് നിന്റെ പേര് മായ്ച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധനവാനെ പോലെ യാതന സ്ഥലത്ത് എത്താതെ മടങ്ങി വാ കേട്ടോ. നീ ദൈവത്തെ വിട്ട് അകന്നു പോകുന്നത് ഈ ലോകത്തിന്റെ സുഖലോലുപ ജീവിതങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കരുത്. ഞാൻ മുമ്പ് ആദ്യം ആവർത്തിച്ച പോലെ പേര് വിവാഹം കഴിക്കുക. ഒന്ന് കെട്ടുന്നു, ഉപേക്ഷിക്കുന്നു, പിന്നെ കെട്ടുന്നു, ഉപേക്ഷിക്കും, പിന്നെ കെട്ടുന്നു, ഉപേക്ഷിക്കും, പിന്നെ കെട്ടുന്നു, ഉപേക്ഷിക്കുന്നു. ഓരോ കെട്ടും ഓരോ ഉപേക്ഷിക്കുന്ന മാധ്യമക്കാരുടെ മുമ്പിൽ ഒന്ന് കെട്ടിയത് ഉപേക്ഷിച്ചതും അങ്ങ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവർക്കൊക്കെ ഇവിടെ പുരസ്കാരം കിട്ടുന്നില്ല. ചരിത്രമാധ്യ മീഡിയ രംഗങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ച് കളഞ്ഞാൽ ഇവിടുത്തെ പാപികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ നടുവിലാണ് ഞങ്ങൾ ഈ ദൈവത്തിന് വിളിച്ചു പറയുന്നത്, നീ മാനസാന്തരപ്പെടണമെന്ന്. ഹല്ലേലൂയ. തിന്നു പൊളച്ച് മതിച്ച് നീ ജീവിച്ചാൽ അവസാനം നരകമാണ്, യാതന സ്ഥലം. ഹല്ലേലൂയ. അപ്പൊ ഈ ധനവാൻ പാപം ചെയ്തത് എന്താണ്? ഈ വേദപുസ്തകത്തിൽ പറയുന്ന ധനവാൻ പാപം ചെയ്തത് എന്താണ്? അവന്റെ പാപത്തെ രേഖപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ പാപത്തിൽ ജനിക്കുന്നു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിന്റെ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്ന് 51 സംഗീതം 5 വാക്യത്തിൽ. ഒരു മനുഷ്യന്റെ ജനനത്തിൽ തന്നെ അവൻ പാപത്തിലാണ് ജനിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ദാവീദ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം പാപം ഏറ്റുപറയണം. ഹല്ലേലൂയ. അതിനുശേഷം അധർമ്മം ചെയ്യുന്നതിനാൽ വരുന്ന പാപങ്ങളുണ്ട്. അധർമ്മ മുഖാന്തരം നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന അധർമ്മ മുഖാന്തരം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നുണ്ട്. അധർമ്മം നിന്റെ ജീവിതത്തിൽ അധർമ്മ മുഖാന്തരം പാപത്തിലേക്ക് നീ പോകും. അനീതി ചെയ്യുന്നതിനാൽ നിന്റെ ജീവിതത്തിൽ പാപം കടന്നു വരും. 1 യോഹന്നാന്റെ ലേഖനം 5-17. അധർമ്മം അനീതി ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ പാപം കടന്നു വരും. നിന്റെ അയൽവാസിയുടെ അതിര് തോണ്ടുമ്പോൾ, നിന്റെ അയൽവാസിയുടെ സർവക്കല്ല് മാറ്റിയിടുമ്പോൾ, നിന്റെ പറമ്പിലെ വെള്ളം വെട്ടി മറ്റൊരുവിന്റെ പറമ്പിലേക്ക് വിടുമ്പോൾ, അവന്റെ നന്മകൾ അപഹരിച്ചെടുക്കുമ്പോൾ, അനീതി ചെയ്യുമ്പോൾ, കൈക്കൂലി വാങ്ങുമ്പോൾ, കോഴ വാങ്ങുമ്പോൾ നീ പാപം ചെയ്യുക. നീ ദൈവത്തെ വിട്ടകന്നു മാറുക. ഹല്ലേലൂയ. സ്തോത്രം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നാണ് യാക്കോബിന്റെ ലേഖനം 1:15. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങുക സഹോദരന്മാരെ. ലോകത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞ സുവിശേഷം, നീ മാനസാന്തരപ്പെട്ട് മടങ്ങുക. നിന്റെ ദാനം കൊണ്ട് നിനക്ക് ഒരിക്കലും സ്വർഗ്ഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. പുഴുവും തുരുമ്പും കെടുത്തു കളയുന്ന ഈ ഭൂമി നീ എത്രമാത്രം നിക്ഷേപിച്ചാലും അതെല്ലാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കും. നിന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ. അവിടെ പുഴുവും തുരുമ്പൊന്നും എടുത്ത് കളയത്തില്ല, തുരുമ്പിച്ച് കളയത്തില്ല. നിന്റെ ഹൃദയമുള്ള നിമിഷം നിന്റെ ഹൃദയം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപങ്ങളാണെന്ന് റോമലേഖനം 13 സ്തോത്രം 14:23 വായിക്കാൻ കാണുന്നുണ്ട്. റോമലേഖനം 14:23 വിശ്വാസത്തിന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരുടെ സ്ഥാനത്ത്? ഈ ധനവാന്റെ സ്ഥാനത്താണോ നിൽക്കുന്നത്? അത് ലാസറിന്റെ സ്ഥാനത്താണ്. ധനവാന്റെ പേര് ആകാശത്തിന് കീഴിൽ തന്നെ ദൈവം മായ്ച്ചു കളഞ്ഞു. ലാസറിന്റെ പേര് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചു. ജീവപുസ്തകത്തിൽ എൻ്റെ പേരുണ്ട്. ഹല്ലേലൂയ. എല്ലാത്തിനും മേലായി ഈ ധനവാന്റെ പ്രധാന പാപം എന്താണെന്നറിയാമോ? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് അവന് പാപം തന്നെ. ഈ ധനവാന്റെ പാപം എന്തായിരുന്നു? അവന് നന്മ ചെയ്യാൻ അറിയാമായിരുന്നു, പക്ഷെ അതവൻ ചെയ്തില്ല. അവൻ്റെ മേശയിൽ വീഴുന്ന അപ്പങ്ങൾക്ക് തിന്ന ജീവിതം മുന്നോട്ട് നയിച്ച ലാസറുണ്ട്. അവൻ ദൈവഭയമുണ്ടായിരുന്നു. അവൻ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യജീവനെ പ്രാപിച്ചു. ഈ ധനവാനും അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ടവനായി ഇസ്രായേലിനായി ജീവിച്ചു. നന്മ ചെയ്യുവാൻ അവൻ അറിയാമായിരുന്നിട്ടും അവൻ നന്മ ചെയ്തില്ല. നന്മ ചെയ്യുവാൻ അറിയാമായിട്ട് ചെയ്യാത്തത് പാപം തന്നെ. അതാണ് സ്തോത്രം യാക്കോബിന്റെ ലേഖനം 4:17 രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ധനവാനെ പോലെ കഠിന ഹൃദയമുള്ളവരായി നിങ്ങൾ ഇരിക്കരുത്. ധനവാനെ പോലെ കഠിന ഹൃദയമുള്ളവരായി നിങ്ങൾ ഇരിക്കാതെ
ദൈവജനത്തോടും ദൈവമക്കളോടും ചേർന്ന് സാധുക്കളോടും ദരിദ്രന്മാരോടും ചേർന്ന് നിങ്ങളുടെ ജീവിത സന്തോഷത്തോടെ കൊണ്ടുപോകണം. മാത്രമല്ല ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് നീ പ്രാപിക്കണം. യേശുക്രിസ്തുവിന്റെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബുദ്ധി ഉപദേശിക്കുക. ഈ പാപം ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുകയാണ്, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവന് താനും വിളിച്ചപേക്ഷിക്കും ഉത്തരമറിയുകയില്ല. അപ്പൊ എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്ന ധനവാന്മാരോട് അനവധി എളിയവർ നിന്റെ കുടുംബത്തിൽ നിന്റെ മുമ്പിലും വന്ന് നിന്നോട് നിലവിളിക്കുമ്പോൾ നീ അവരോട് ചെവി പൊത്തിക്കളയുമ്പോൾ, നീ അവരുടെ നിലവിളി കേൾക്കാതിരിക്കുമ്പോൾ നീ നിലവിളിക്കുന്ന ഒരു ദിവസം കടന്നു വരും. അന്ന് നിന്റെ നിലവിളിക്ക് ഉത്തരം ലഭിക്കുകയില്ലെന്ന് സദൃശവാക്യം 21:13 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെ, ഇന്ന് പകൽ നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? മാനസാന്തരപ്പെട്ട് മടങ്ങിവ. യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ സമയമായി. തൻ്റെ വിശുദ്ധ സഭയെ, മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. ജീവപുസ്തകത്തിൽ പേരുണ്ടോ സോദാവി? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ധനവാനെ പോലെ സുഖിച്ചു കുളച്ച് മതിച്ചു കുടിച്ചു കൂത്താടി ചെടികമായി ജീവിച്ച് മുട്ടിന് കല്യാണം കഴിച്ച് കെട്ടി ഉപേക്ഷിച്ച് പിടിച്ചു കുറച്ച് മോഷ്ടിച്ചും വെട്ടിപ്പിടിച്ചു റാമിന് അഴിമതി കൈക്കൂല കരിച്ചത്തിലൂടെ അമ്മയും ഉണ്ടാക്കിയ എല്ലാം നിനക്ക് നഷ്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ നീ വിശുദ്ധനാണെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിലെത്താൻ കഴിയും. ഇന്ന് ആരെങ്കിലും ഈ വചനം കേട്ട് മാനസാന്തരത്തിനുണ്ട് ഹൃദയം വിട്ടുകൊടുക്കും, പാപപരിഹാരം ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ, യേശുവേ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിച്ച് ദൈവരാജ്യത്തിൽ എനിക്ക് വരുവാൻ എൻ്റെ പേരുകൂടെ ജീവപുസ്തകത്തിൽ ചേരണം. ഈ ലോകത്തിൻ്റെ ജീവിതം എടുത്ത ധനം എനിക്ക് വേണ്ട, അങ്ങനെ മാത്രം മതി എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ആരൊക്കെയുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് ഭൂമിയിലുള്ള സകല ധനവാന്മാരെയും, എല്ലാ ഉന്നത സ്ഥാനമാന കുലങ്ങളിൽ ഇരിക്കുന്ന എല്ലാ ആഡംബരം സുഖിച്ചു കുളച്ച് ജീവിക്കുന്ന ഞങ്ങളുടെ രാജ്യരാഷ്ട്രത്തലവന്മാർ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ആമികൾ, ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന ജനത്തിനായി, മത സാമൂഹ്യ സംസ്കാര മാധ്യമമാരെയും എല്ലാ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർമാരെയും, എല്ലാ ഭരണപക്ഷ പാർട്ടികളെയും, എല്ലാ മത നേതാക്കന്മാരെയും, കർത്താവി കോടാനുകൂടി സമ്പത്തിനുടമ എന്ന് പറഞ്ഞ് കർത്താവി സുഖിച്ചു കുളച്ച് ആഡംബരത്തോടെ ജീവിക്കുന്ന എല്ലാ ധനവാന്മാരെയും, എല്ലാ കോടീശ്വരന്മാരെയും വിവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും മാത്രം ഞാൻ തടവറയിലായിരിക്കുന്ന ജനത്തിനായി കൈക്കൂലി വാങ്ങി അഴിമതി വാങ്ങി കരിച്ചെന്നവർക്ക് പിടിച്ചു പറിച്ച് വെട്ടിപ്പിടിച്ച് കോടികൾ സമ്പാദിച്ച് ജനത്തിന് കണ്ടുവെട്ടിച്ച് ജീവിക്കുന്ന അനവധി ആളുകൾ, കർത്താവർക്ക് മാനസാന്തരം മദ്യത്തിന് മയക്കും ലഹരിക്കും അടിപ്പെട്ട് മദ്യരൂപികളെ മയക്കുരൂപികളെ ജനത്തെ നശിപ്പിക്കുന്ന ഇവരെക്കൊക്കെ മാനസാന്തരം കൊടുക്കണം. തീരദേശവാസികൾ, കർത്താവി കടലോരവാസികൾ, മത്സ്യത്തിന് ആടുകളിൽ കടന്നു വരികയും ചെറുപ്പം എല്ലാ വ്യാപാരി വ്യവസായ വഴിയോര കച്ചവടക്കാരെ, പാടത്തും പറമ്പിലും കൂടിയിലും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന ജനങ്ങൾ, കർത്താവി കരികളും കമ്പിലും ഫാക്ടറി ജോലി ചെയ്യുന്ന ക്ഷീരമേഖലയും കാർഷിക മേഖലയിലും കർഷക കാൻപോട്ടുകളിൽ യൂണിയനകത്ത് പണിയെടുക്കുന്ന എല്ലാ വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവരെ, ഹല്ലേലൂയ. കർത്താവ് വിദേശ രാജ്യത്ത് കഷ്ടസമരപ്പെടുന്ന വളരെ വേദന ലഭിക്കുന്ന നാട്ടിൽ കടന്നു വേദനയാൽ കടന്നു പോകുന്ന മാരകമായ രോഗങ്ങൾ കഥീരായി കിടക്കുന്ന പാപത്തിനും ശാപത്തിനും കെട്ടിലും അകപ്പെട്ട് കിടക്കുന്ന ജന്മപാപങ്ങൾ വീണ് കിടക്കുന്ന സകല ജനത്തിനും ദൈവം മാനസാന്തരം കൊടുക്കണമേ. കർത്താവിൻ്റെ വരെ ഏറ്റവും ആസനമായ കാലഘട്ടത്തിൽ കർത്താവ് ജനം നഷ്ടപ്പെട്ടു നശിച്ചു പോകാതെ നിത്യജീവന അവകാശങ്ങളായി കർത്താവ് യേശുക്രിസ്തു ആത്മരക്ഷണം. കർത്താവിനോട് കർത്താവിനോട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, കോളേജ് വിഭാഗങ്ങളിൽ തലമുറകളെ നശിപ്പിക്കുന്ന ഇവിടുത്തെ മദ്യരൂപികളെ മയക്കുമരുന്ന് സന്ദർശിക്കണമേ. ചരിത്ര മാധ്യമ മീഡിയ നിൽക്കുന്ന എല്ലാ ധാർമ്മികതയും എല്ലാം ചിരിക്കുക. അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളും അത് മാധ്യമം മുക്കിപ്പിടിച്ച് ജനത്തെ വീണ്ടും പാപത്തിൽ കഴിക്കുന്ന അശുദ്ധമായ സകലത്തിൽ നിന്നും ഈ ജനത്തെ വിടുവിച്ച് മടങ്ങി വരുവാൻ പ്രത്യേകങ്ങളിൽ ജീവന്റെ വചനം കേട്ടുകൊണ്ട് മാനസാന്തര ജീവപുസ്തകത്തിൽ പേരുള്ളവരായി കർത്താവിൻ്റെ വരവിനായി ഒരു കൂട്ടം ജനത്തെ ഒരുക്കണമേ. ഈ ജനം മാനസാന്തരപ്പെട്ട യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, കർത്താവ് ഉൾപ്പെട്ടുകൾ, കൊടുങ്കാറ്റുകൾ, കർത്താവ് മഹാവ്യാധികൾ എല്ലാം ദേശത്ത് പെരുകുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ എല്ലാം മുഴുവടിയായി എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളേൽപ്പിക്കുകയാണ്. സകല ജനത്തെ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.